അങ്ങനെ ഈ വർഷത്തെ വെക്കേഷൻ കഴിഞ്ഞ് ചക്കയും മാങ്ങയും കൊണ്ടൊക്കെ ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരേക്ക് തിരിച്ചു. ഇത് കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. അങ്ങനെ ബാംഗ്ലൂരെത്തി പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ടേബിളിൽ അങ്ങ് നിരത്തി വെച്ചു. പിന്നെ ഞാൻ ചക്കയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ചക്ക കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കി എടുക്കാമല്ലോ. പിന്നെ കുറച്ച് ചെടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാടിപ്പോയി. അപ്പൊ അതിനെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ കുറച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു. എല്ലാം കട്ടിങ് പീസാണ്. ഇനി അതൊക്കെ നടണം. എല്ലാം ഒന്ന് വാടിയ പോലെ ഇരിക്കുന്ന ചൂടല്ലേ ഇപ്പം. അതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് ഞാൻ നടുന്നത്. കുറച്ച് മണ്ണെടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്താൽ മേൽഭാഗം ഉണങ്ങിപ്പോകില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ചെടി മോശമായി പോകും. ഇനി ഞാൻ പോകുന്നത് എൻ്റെ ടെറസിൽ എൻ്റെ ഗാർഡൻ കാണാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് മോശമായിട്ടുള്ളത് നന്നായിട്ടുള്ളത് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതാ വള്ളിച്ചീരയൊക്കെ ചാഞ്ഞങ്ങ് കിടക്കുകയാണ്. നല്ല പോലെ പിടിച്ചിട്ടുണ്ട് ഇലയൊക്കെ. പിന്നെ തക്കാളിയും അത്യാവശ്യം ഉഷാറായിട്ട് തന്നെ ഉണ്ട്. വാളരിപ്പയർ അങ്ങനെ ചെടികളൊന്നും വലിയ രീതിയിൽ മോശമായിട്ടില്ല. ഉള്ളത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോവക്കയുടെ അടുത്ത് പോയപ്പോൾ കുറച്ച് കോവക്കയൊക്കെ വന്നിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലയിൽ ഒരു മുട്ടൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ എല്ലാം ഉണങ്ങിപ്പോയി. കരിവേപ്പില ചെടിയുടെ സൈഡൊക്കെ കണ്ടില്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.